സത്യത്തിൽ ദാരികനും ഇങ്ങനെ ഒരു വരം വാങ്ങിച്ചിട്ട് വളരെ ധൈര്യമായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ദാരികന്റെ ഈ ശല്യം സഹിക്കവയ്യാതെ ദേവന്മാരെല്ലാവരും കൂടി സാക്ഷാൽ മഹാവിഷ്ണുവിനെ ചെന്ന് കണ്ടു. അപ്പൊ മഹാവിഷ്ണു പറഞ്ഞു, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല, നേരെ പൊക്കോളൂ കൈലാസത്തിലേക്ക്. അങ്ങനെ എല്ലാവരും കൂടി കൈലാസത്തിൽ ചെന്നു. സാക്ഷാൽ മഹാദേവൻ പറഞ്ഞു, അതിനൊക്കെ വഴിയൊക്കെ ഞാൻ ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞ് ദേവന്മാരെ സമാധാനിപ്പിക്കുകയും ഉഗ്രഭാവത്തിൽ ആ ഭഗവാന്റെ കോപം പ്രോജ്വലിച്ച് ഭഗവാന്റെ തിരുനെറ്റിയിൽ നിന്ന്, കോപാഗ്നിജ്വാലയിൽ നിന്ന് സാക്ഷാൽ ഭദ്രകാളി അവതരിച്ചു എന്നാണ് കഥ. അങ്ങനെ വന്നതായ ഭദ്രകാളിയുടെ ആ ഭാവം യുദ്ധക്കളത്തിൽ ഇങ്ങനെ വളർന്ന് വളർന്ന് വലുതായി നിൽക്കുക ഭദ്രകാളി രൂപം. എങ്ങനെയാ ഈ ഭദ്രകാളിയുടെ ഈ പ്രഭാവത്തെ ഭദ്രകാളി എങ്ങനെയാണൊന്ന് ഭയപ്പെടുത്തുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഭദ്രകാളിയുടെ ആ ശക്തി ഒന്ന് കുറയ്ക്കുക, അതിനെന്താ വഴിയെന്നറിയാതെ ദാരികൻ വിഷമിച്ച് നിൽക്കുക. ദാരികന്റെ ഗുരുവാണ് ശുക്രാചാര്യർ. ശുക്രാചാര്യരാണെങ്കിലും ശിവഭക്തനാണ്. അപ്പൊ ശ്രീ പരമേശ്വരനെ വിളിച്ച് ചോദിച്ചു, എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? ഈ ദാരികന്റെ ഈ ഭദ്രകാളിയുടെ ശക്തി ഒന്ന് കുറയ്ക്കാൻ എന്താ വഴി എന്ന് ചോദിച്ചപ്പോൾ പരമശിവൻ പറഞ്ഞു, നിന്നെ വധിക്കാനായിട്ടാണ് ഭദ്രകാളി വന്നിട്ടുള്ളത് തന്നെ. പിന്നെ ഭദ്രകാളിക്ക്, ദേവിക്ക് ആകെ കൂടി ഒരൊറ്റ കാര്യമുള്ളൂ, ഇകഴ്ത്തുന്നത് ദേവിക്ക് ഇഷ്ടമല്ല. ഇകഴ്ത്തുക എന്നുള്ളത് ഇഷ്ടമല്ല, ഇകഴ്ത്തി പറയാം. അപ്പോ ഇത് കേട്ടപ്പോ ഭൃഗുമഹർഷിയുടെ ശുക്രാചാര്യന്റെ ഉപദേശപ്രകാരം ഈ ദാരികൻ എന്ത് ചെയ്തു? യുദ്ധക്കളത്തിൽ വന്ന് ഈ ഭദ്രകാളിയെ കുറെ ഇങ്ങനെ പരിഹസിക്കാൻ തുടങ്ങി. നീ വെറും ഒരു പെണ്ണല്ലേ, നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം? നീ ഇവിടെ യുദ്ധം ചെയ്യാൻ വന്നിട്ട് എന്താ കാര്യം? ഞങ്ങളൊക്കെ ഇവിടെ മീശയൊക്കെ പിരിച്ച് മസിലൊക്കെ പെരിപ്പിച്ചിട്ടുള്ള പുരുഷന്മാർ ഇവിടെ യുദ്ധത്തിന് നിൽക്കുമ്പോൾ നിന്നെ പോലെ അബലയായ ഒരുവൾക്ക് എങ്ങനെയാണ് ഈ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുക? ഇങ്ങനെയൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുക. ഇതിങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ ഭദ്രകാളി ആകെ ഒന്ന് പരിഭ്രമിച്ചു. അത്രേ അബലയാണ്, യാതൊരു തരത്തിലും കഴിവില്ലാത്തവളാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇകഴ്ത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഈ ഭീമാകാര സ്വരൂപം ഇങ്ങനെ ചെറുതായി വന്നു എന്നാ പറയണത്. ചെറുതായി ഇങ്ങനെ സൂക്ഷ്മരൂപത്തിലേക്ക് എത്തി. ഇനിയിപ്പോ ഒരു നിസാരയായ ഒരു ജീവിയെ എങ്ങനെയാണോ വധിക്കുക, അതുപോലെ വധിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് അത്രയും ചെറുതായി ഭദ്രകാളി. ദാരികൻ ഇങ്ങനെ അട്ടഹസിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് പരമശിവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. പരമശിവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് രണ്ട് വാക്കേ പറഞ്ഞുള്ളൂ, ഹേ ഭദ്രേ, എന്തൊക്കെ ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ, നീ ആരാ യഥാർത്ഥത്തിൽ? ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ കാരണമായിരുന്ന ലോകം വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന, സൃഷ്ടിക്ക് കാരണം ബ്രഹ്മാവെന്നും പാലനത്തിന് കാരണം വിഷ്ണുവെന്നും സംഹാരത്തിന് കാരണം ശിവനെന്നും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകം മനസ്സിലാക്കുന്നില്ല, ഈ പറയുന്നതായ ശിവന്റെയും വിഷ്ണുവിന്റെയും ബ്രഹ്മാവിന്റെയും അമ്മയാരാണെന്ന്. അമ്മയാണ് നീ, ആ ത്രിമൂർത്തികളെയും പ്രസവിച്ച അമ്മയാണ് നീ എന്നിരിക്കെ ഈ ലോകത്തിൽ നിന്നേക്കാൾ ശക്തി മറ്റെന്തിനാണുള്ളത് എന്ന് ചോദിച്ചതോടുകൂടി ഭദ്രകാളി അതാ ഉണർന്നു, ഉഗ്രമായ ഭാവം പൂണ്ടു എന്നാണ് പുരാണത്തിലെ ഒരു തമിഴ് ഐതിഹ്യം പറയുന്നത്. അപ്പോ ഇത്രയും ഉഗ്രമായിരിക്കുന്ന ഭാവത്തിൽ ഭദ്രകാളി പ്രത്യക്ഷപ്പെട്ടിട്ടും ആ ഭദ്രകാളി ദാരികന്റെ അപഹാസ്യതയാൽ ക്ഷീണിതയായപ്പോൾ ആ ഭദ്രകാളിയെ ഉണർത്തിയത് ത്രിമൂർത്തികൾക്കും അമ്മയാണ് നീ എന്ന ശ്രീ മഹേശ്വരന്റെ അരുൾവാക്കുകളാണ്. ജഗന്മാതാ എന്ന് ഭഗവതിയെ മാതൃരൂപേണ സംസ്ഥിത എന്ന് ഭഗവതി വിശേഷിപ്പിക്കാൻ അതാ കാരണം. ഇനി അത് മാത്രമാണോ? ക്ഷുധാരൂപേണ സംസ്ഥിത, ശാന്തിരൂപേണ സംസ്ഥിത, ദയാരൂപേണ സംസ്ഥിത, സ്നേഹരൂപേണ സംസ്ഥിത, സിദ്ധിരൂപേണ സംസ്ഥിത, എന്തൊക്കെ ഈ പ്രപഞ്ചത്തിലുണ്ടോ, എന്തൊക്കെ വികാരങ്ങളുണ്ടോ, എന്തൊക്കെ വിചാരങ്ങളുണ്ടോ, എല്ലാം ഭഗവതിയാണ് എന്ന തത്വം പകർന്നു തന്നുകൊണ്ടാണ് ദേവീ ഭാഗവതം ഭദ്രകാളി ഭാവത്തിൻ്റെ, ജഗന്മാതാ സങ്കല്പത്തിൻ്റെ വിശേഷപ്പെട്ടതായ അനവധി കഥകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. സത്യവ്രതൻ എന്ന് പേരുള്ളതായ ഒരു മഹർഷിയല്ല, അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ്. ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു, പക്ഷെ കുട്ടിക്കാലം മുതലേ ഒന്നിനും കഴിവില്ലാത്തവനാണ്. ദേവദത്തൻ എന്ന് പേരുള്ളതായ ഒരു ബ്രാഹ്മണന്റെ പുത്രനായിട്ട് ജനിച്ചവനാണ്. പക്ഷേ ജനിച്ച സമയത്ത് തന്നെ ഗോഭിലൻ എന്ന് പേരുള്ള ഒരു മഹർഷി,
അദ്ദേഹമാണ് സന്താനത്തിന് വേണ്ടി യജ്ഞം ചെയ്തു. ദേവദത്തന് വേണ്ടി. ദേവദത്തൻ കുട്ടികളില്ലാതെ വിഷമിച്ചിട്ടാണ് ഒരു യജ്ഞം ചെയ്യണം എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ യജ്ഞം ചെയ്യാനായിട്ട് അനവധി യാജ്ഞികർ വന്നു. യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഗോഭിലൻ സാമവേദത്തിലെ രഥന്തരം എന്ന് വിശേഷപ്പെട്ടതായ ഒരു ഭാഗം ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് ചൊല്ലുമ്പോൾ ഇടയ്ക്ക് ശ്വാസം എടുക്കാൻ പാടില്ല. ചില മന്ത്രങ്ങൾ അങ്ങനെയാണ്. ചൊല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടയിൽ മുറിക്കാൻ പാടില്ല, ശ്വാസം എടുക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ചില നിയമങ്ങളുണ്ട്. അങ്ങനെ ഈ മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസതടസ്സം വന്നപ്പോൾ അക്ഷരം മുറിച്ച് ചൊല്ലി. ഇത് കേട്ട് ദേവദത്ത ബ്രാഹ്മണന് ദേഷ്യം വന്നു. എനിക്ക് സന്താനങ്ങൾ ഉണ്ടാവാൻ വേണ്ടി ഒരു മഹത് കർമ്മം ചെയ്യുമ്പോൾ നീ വന്ന് വേദം ചൊല്ലിയ തെറ്റിച്ച് ചൊല്ലി അല്ലേ എന്ന് ചോദിച്ച് ശകാരിച്ചു. അപ്പൊ ദേവദത്തന്റെ ഈ ശകാരം കേട്ട് ഗോഭിലൻ ക്ഷുഭിതനായി. ഗോഭിലൻ പറഞ്ഞു, നിനക്ക് ഉണ്ടാവണ സന്താനം മന്ദബുദ്ധിയായി തീരട്ടെ എന്നങ്ങോട്ട് ശപിച്ചു.